ഇനിയൊരു ദില്ലി വാർത്തയിലേക്ക് പോകാം. അയോധ്യ രാമക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് ഇന്നു മുതൽ ദർശനം അനുവദിക്കും എന്നുള്ളതാണ്. വിശദാംശങ്ങളുമായി അരുൺ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്, നമ്മൾക്കൊപ്പം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്തേട്ട. ഇന്ന് അയോധ്യയിൽ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പണി പൂർത്തീകരിക്കാത്ത ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ ദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 3 മണി മുതൽ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നേടാൻ ആയിരങ്ങളാണ് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷം കേന്ദ്ര സർക്കാരും BJPയും സംഘപരിവാറും നേതൃത്വത്തിൽ നടത്തിയിരുന്നു. കാരണം അങ്ങനെ ഒരു ആഹ്വാനം BJP പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ ആഹ്വാനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് ദീപാവലി പോലെ കൊണ്ടാടണമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞത്. എന്തായാലും 3 മണിയോടെ തന്നെ ഈ ദർശനം ആരംഭിച്ചിട്ടുണ്ട്. 3 മണിയോടെ തന്നെ ഈ ദർശിക്കാൻ വേണ്ടി ഈ രാംലല്ലയുടെ വിഗ്രഹം, പുതുതായിട്ട് സ്ഥാപിച്ച വിഗ്രഹം ദർശിക്കാൻ വേണ്ടി ആയിരങ്ങളാണ് അയോധ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കൂടാതെ 7 മണി മുതൽ 10:30 വരെയായിരിക്കും ആദ്യത്തെ ദർശനം. ഉച്ച കഴിഞ്ഞും രണ്ടാമത്തെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള ദർശനം പുനർക്രമീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. കാരണം ഇന്നലെ നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ ഈ ഒരു വേദിയിലേക്ക് കടന്നു വരേണ്ടതില്ല. കാരണം ക്ഷണിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമായിരുന്നു ഇന്നലെ രാംലല്ല ക്ഷേത്രത്തിലേക്ക് അനുമതി ഉണ്ടായിരുന്നത്, രാംലല്ല പ്രതിഷ്ഠ ചടങ്ങിലേക്ക് അനുമതി ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ ഈ ഒരു പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ദർശനം അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ താൽക്കാലിക ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന രാംലല്ല വിഗ്രഹം, പഴയ വിഗ്രഹം ഈ ഒരു ശ്രീകോവിലിനോടൊപ്പം അനുബന്ധിച്ച് ദർശനത്തിനായി പൊതുജനങ്ങൾക്കായി തുറന്നിട്ടുണ്ട്. എന്തായാലും രാവിലെ 7:30 കൂടി എന്തായാലും ദർശനം ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഈ ദർശനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു നേർക്കാഴ്ച നമ്മുടെ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ കാണാൻ കഴിയും. കാരണം ഇന്നലെ ദീപാവലിക്ക് സമാനമായ ആഘോഷങ്ങൾ ഉത്തരേന്ത്യയിലും ദേശമെമ്പാടും നടത്തണം, രാമജ്യോതി തെളിയിക്കണം എന്നുള്ള ആഹ്വാനമെല്ലാം കേന്ദ്ര സർക്കാർ ഇടപെട്ട് തന്നെ ഒരു മതപരമായ ചടങ്ങിനെ അല്ലെങ്കിൽ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തെ ജനങ്ങളുമായി എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആഹ്വാനം. അതുകൂടാതെ തന്നെ രാമജ്യോതി വീടുകളിൽ തെളിയിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ ഈ ഒരു കേരളം ഒഴിച്ചു നിർത്തി അല്ലെങ്കിൽ മറ്റ് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലയിടത്തും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു, പലയിടത്തും രാമജ്യോതി തെളിയിക്കപ്പെട്ടു, പടക്കം മറ്റ് ദീപാലങ്കാരങ്ങളും വീടുകളുമായി അനുബന്ധിച്ച് മറ്റ് പൊതുസ്ഥലങ്ങളും ഒരുക്കിയിരുന്നു, അന്നദാനങ്ങളും പൂജകളും ഒരുക്കിയിരുന്നു. ഇന്നലെ ഞാൻ തന്നെ ഈ ഒരു സംഭവത്തിന് നേർസാക്ഷിയായി. കാരണം ഇന്നലെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഒരു രാമക്ഷേത്രത്തിന് മുമ്പിലെത്തിയപ്പോൾ ഈ ബസ്സിലെ യാത്രക്കാരിൽ ഒരാൾ ഈ ജയ് ശ്രീറാം വിളിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. കാരണം ഭൂരിഭാഗം പേരും ജയ് ശ്രീറാം വിളിക്കുകയാണ്. ഞാൻ എന്ത് വിളിക്കണമെന്നുള്ള ആശയക്കുഴപ്പത്തിലായി അപ്പോൾ. കാരണം ദില്ലിയിലെയും നമ്മൾ താമസിക്കുന്ന ഈ ദില്ലി പ്രാന്തപ്രദേശങ്ങളിലുള്ള മറ്റ് ഗ്രാമങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലുള്ള കൊച്ചുകുട്ടികൾ വരെ ജയ് ശ്രീറാം വിളിച്ച് മുഴക്കിക്കൊണ്ടു പോകുന്നു. എന്തിനാണ് ഈ ജയ് ശ്രീറാം വിളിക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല. കാരണം കുട്ടികൾക്ക് പോലും അന്യമായിരുന്ന ഒരു ജാതി ചിന്ത അല്ലെങ്കിൽ മതചിന്ത ഈ ഒരു വിഷയത്തിലൂടെ കൊണ്ടുവരികയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇതൊരു വലിയൊരു ആയുധമായി എന്തായാലും BJPയും സംഘപരിവാറും ഉപയോഗിച്ചതുപോലെ അരുണിപ്പോൾ സൂചിപ്പിച്ചതുപോലെ രാവിലെ തന്നെ ഇപ്പോൾ ഭക്തരൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയും വിവരവും ഒക്കെയാണ് അരുണിപ്പോൾ ദില്ലിയിൽ നിന്നും നൽകിയത്. ശരി അരുൺ, താങ്ക് യു.